ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മുഗളായി ചിക്കനാണ്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. ചപ്പാത്തി, പൊറോട്ട, റൈസ് അങ്ങനെ എന്തിൻ്റെ കൂടെ ഒരു നല്ല കോംബോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. 750 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇനി 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. പുളിയില്ലാത്ത കട്ടത്തൈരാണ് ഞാൻ എടുത്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ആ പൊടികളൊക്കെ ചിക്കനിൽ പിടിക്കുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. 1 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ശരിക്കും ഈ ചിക്കൻ മുകളായി ചെയ്തെടുക്കാൻ നെയ്യിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അതൊന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഞാനിവിടെ ഓയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ആ ഓയിലിലേക്ക് 3 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് പൊരിച്ചു കോരണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായി കിട്ടണം. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള മുരിഞ്ഞ് കിട്ടും. ഏകദേശം ഈ ഒരു പരുവൊക്കെ ആയിക്കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റിയെടുക്കുക. ഒരു അരിപ്പത്തവിയിലോ അരിപ്പയിലോ ഇട്ട് എണ്ണ പോകാൻ വേണ്ടി അതൊന്ന് മാറ്റി വെക്കുക. ഇനി അതേ പാനിലേക്ക് തന്നെ 2 കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ചേർത്ത് കൊടുക്കുക. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഉള്ള ഓയിലിൽ ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അത് എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വെക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ചിക്കൻ വെന്ത് കിട്ടും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. തൈര് ചേർത്തുകൊണ്ട് തന്നെ മുഴുവനായിട്ട് അടച്ചു വെച്ചാൽ നന്നായിട്ട് വെള്ളം ഊറി വരും. അതുകൊണ്ട് ഒരു 3/4 ഭാഗം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 3 പച്ചമുളക് കീറിയത്, 3-4 ഉണക്കമുളക്, ഇനി അതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് എടുത്തത്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പൊടികളൊക്കെ ഒന്ന് ചിക്കനിൽ പിടിച്ച് പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു കോരി വെച്ചിട്ടുള്ള സവാള മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിൽ ചേർക്കാൻ ഒരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 20 കാഷ്യൂ, 3 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുക. അത് നേരെ ആ ചിക്കനിലേക്ക് ചേർക്കുക. ഇനി 1 കപ്പ് വെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ച് കലക്കി അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ചേർത്തതാണ്, അതുകൊണ്ട് ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ നമ്മുടെ ചിക്കൻ മുകളായി ഇവിടെ റെഡിയായി. നല്ല തിക്ക് ഗ്രേവിയിലുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണിത്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ കറി ഓഫാക്കുന്നതാണ് നല്ലത്. ഇരിക്കും തോറും ഇത് കട്ടിയായി വരും. ഇനി നല്ല കട്ടിയായി പോവുകയാണെങ്കിൽ 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം മാത്രം ചേർക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.